ഈ യാത്ര കാസർഗോഡ് നിന്നും കുമ്പളയിലേക്കാണ്. കുമ്പളയിലെ അനന്തപുര ക്ഷേത്രത്തിലേക്കായിരുന്നു ഈ യാത്ര. മഞ്ചേശ്വരം അമ്പല ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കാസർഗോഡ് ഈ തടാക ക്ഷേത്രത്തിലേക്കാണ്. 9-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിനകത്തും പുറത്തും വളരെ പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ക്ഷേത്രത്തിന് പുറത്ത് 2 സൈഡിലുമായിട്ട് 2 ദ്വാരപാലകന്മാരും ഉണ്ട്. കുറച്ച് സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം ക്ഷേത്രത്തിന് അകത്തേക്ക് കയറുവാൻ വേണ്ടി. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഒരു തണുപ്പും പോസിറ്റീവ് എനർജിയുമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് ഈ അനന്തപുര ക്ഷേത്രം. കാസർഗോഡ് ടൗണിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനന്തഭഗവാന്റെ മുകളിൽ മഹാവിഷ്ണു ഇരിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൃത്യം റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു തടാകത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 70 വർഷമായി ബബിയ എന്ന മുതല ജീവിച്ചിരുന്ന തടാക ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലെ അനന്തപുര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രപാലകനായിട്ടാണ് ഈ മുതലയെ കരുതിയിരുന്നത്. തീർത്തും സസ്യഭുക്കായ ഒരു മുതലയായിരുന്നു ഈ ബബിയ. 2022 ഒക്ടോബർ 9 തൻ്റെ 75-ാമത്തെ വയസ്സിലാണ് ബബിയ മരണപ്പെട്ടത്. ക്ഷേത്രത്തിലെ പടച്ചോറും നിവേദ്യ പായസവുമായിരുന്നു ബബിയയുടെ എല്ലാ ദിവസത്തെയും ഭക്ഷണം. ബബിയ മരണപ്പെട്ട 1 വർഷമായപ്പോൾ തന്നെ പുതിയ ഒരു മുതലക്കുഞ്ഞ് ആ തടാകത്തിൽ പ്രത്യക്ഷപ്പെട്ടത്രേ. ഇപ്പോൾ ബബിയയ്ക്കു പകരം ആ മുതലക്കുഞ്ഞാണ് നിവേദ്യ സമയത്ത് പായസം കഴിക്കുവാൻ വേണ്ടി എത്തുന്നത്. അമ്പലത്തിൻ്റെ പുറമേയുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ്. നല്ല ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ സൗന്ദര്യമാണ് ഈ അമ്പലത്തിന് ചുറ്റുഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പുറമേ കൂടി തൊഴുതു വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് നല്ല ഉറക്കത്തിലായിരുന്നു 2ാമത്തെ കുഞ്ഞു ബബിയ.